നമസ്കാരം. ഇന്ന് കുഞ്ഞുങ്ങൾ വന്നില്ല, നല്ല മഴയാണ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റ് അമേരിക്കയെ പറ്റിയാണ്. അമേരിക്കൻ ഐക്യനാടുകൾ എങ്ങനെ 1500 കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഉണ്ടായിരുന്നില്ലാത്ത ഒരു രാജ്യം എങ്ങനെ ഇത്രമാത്രം പെട്ടെന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് ശക്തിയായി. അവരുടെ GDP ഒക്കെ നിങ്ങൾക്കറിയായിരിക്കും, $30.8 ട്രില്യൺ. ഒരു കമ്പാരിഷൻ നടത്തിയ ഇന്ത്യയിൽ എത്രയാണെന്നറിയാം? വെറും 4 ട്രില്യനേ ഉള്ളൂ. എന്നാൽ ചൈന 19 ട്രില്യൺ ഡോളേഴ്സിൻ്റെ ഉണ്ട്. മനസ്സിലാവുന്നു? അതാണ് അവരുടെ GDP എന്ന് പറയുന്നത്. ആ രാജ്യം സമ്പദ് വ്യവസ്ഥയിലായിക്കോട്ടെ, ആർട്സിൻ്റെയും സാംസ്കാരികതയുടെ അടിസ്ഥാനത്തിലായിക്കോട്ടെ, മിലിറ്ററിയുടെ പവറിലായിക്കോട്ടെ, അങ്ങനെ രാജ്യത്തിൻ്റെ സയൻസിനകത്തായിക്കോട്ടെ, രാജ്യത്തിൻ്റെ മിക്ക മേഖലകളിലും അമേരിക്ക അത്രമാത്രം പവർഫുള്ളായി മാറി. എന്തുകൊണ്ടാണ് അമേരിക്ക അത്രയും പവർഫുള്ളായി മാറിയത്? അതിൻ്റെ അമേരിക്കയുടെ ഒരു ബേസ് നമ്മളിപ്പോൾ അമേരിക്കയെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇന്ന് കുഞ്ഞുങ്ങളൂടെ കേൾക്കേണ്ടതായിരുന്നു, പക്ഷേ ഇതവർക്ക് നമ്മൾ ഈ വീഡിയോ കാണിച്ചു കൊടുക്കാം, അതേ നടക്കൂ. അപ്പോൾ അമേരിക്കയിൽ ഇന്നത്തെ പ്രതിസന്ധികളും ഉണ്ട്. അതിനെപ്പറ്റി ഇത് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അമേരിക്ക 1492 ഈ കരീബിയൻ ദ്വീപിലായിരുന്നു ഈ രാജ്യം ഉണ്ടായിരുന്നത്. റെഡ് ഇന്ത്യൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ എക്സ്പെഡിഷൻ, അതായത് ഈ പരിവേഷണമൊക്കെ നടത്തുന്ന, യാത്രകൾ നടത്തുന്ന രാജ്യങ്ങൾ യൂറോപ്പിനായിരുന്നു അന്ന്. അതായത് സ്പെയിൻ, പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടൻ, അങ്ങനെ പ്രധാനപ്പെട്ടത് ഈ സ്പെയിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ യാത്രകളാണ് നടത്തുന്നത്. കച്ചവടം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ 1215 ഇന്ത്യയെപ്പറ്റി എഴുതിയ പുസ്തകങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ കിഴക്കിൻ്റെ രാജ്യങ്ങൾ ഇഷ്ടം പോലെ സ്വത്തുണ്ടെന്ന് ഈ യൂറോപ്യൻസിന് മനസ്സിലായിട്ടുണ്ട്, ഈ പുസ്തകങ്ങളിൽ നിന്നൊക്കെ. അങ്ങനെ ഇവർ പായ്ക്കപ്പലുകളിൽ ഇങ്ങനെ യാത്ര ചെയ്ത് കൊളംബസ് വന്ന് 1492 ഈ കരീബിയൻ ഐലൻഡിൽ വന്ന് ചേരുക. ആ റെഡ് ഇന്ത്യൻസ് അതാണ് അമേരിക്കയായി മാറുന്നത്. ഇന്ത്യക്കാരാണ് തെറ്റിദ്ധരിക്കുന്നത്. റെഡ് ഇന്ത്യൻസ് ഇന്ത്യക്കാർ തെറ്റിദ്ധരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ പേര് കൊടുത്ത അമേരിക്ക വെസ്പൂച്ചിയിൽ നിന്നാണ്. മനസ്സിലാവുന്നു? എന്നാൽ 1498 വാസ്കോ ഡ ഗാമ പോർച്ചുഗീസിൽ നിന്ന് വരുന്നതും കേരളത്തിൽ കാപ്പാടി വന്നിരുന്നത്. മനസ്സിലാവുന്നു? അങ്ങനെ രാജ്യത്ത് ഈ രാജ്യം കണ്ടുപിടിക്കപ്പെടുന്നത് അമേരിക്ക എന്ന് പറയുന്നത് നോക്കിപ്പം ഭൂവിസ്തൃതിയിൽ വലുത്. അവിടെ ഈ വിദേശികളായിട്ടുള്ള യൂറോപ്യൻസ് അവിടെ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് അവിടുത്തെ റെഡ് ഇന്ത്യൻസ് 80% മരിച്ചുപോയി. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് യവന്മാരുടെ യുദ്ധങ്ങൾ, രണ്ട് ഇവർ പല രാജ്യത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ കൾച്ചർ, അവർ സംസ്കാരം. മനസ്സിലാവുന്നു? അന്നേരം ഈ സംസ്കാരം വരുമ്പോൾ ഇവരുടെ രോഗങ്ങളും അവിടെ വന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ആ രോഗങ്ങളും ഇതും എല്ലാം കൂടെ പറഞ്ഞ് അവിടെ നിന്നുള്ള ആൾക്കാർ മരിച്ചു. പക്ഷേ ഈ പറയുന്ന എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ടാവുകയായിരുന്നു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? അതിന് ഇല്ലിനോവ, ഫ്ലോറിഡ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ചേർന്ന് എല്ലാം കൂടെ ചേർന്ന് ഈ USA ഉണ്ടാകുകയാണ്. ഉണ്ടായിട്ട് അവരെന്തോ ഇത് ഒരു രാജ്യമായി അങ്ങ് മാറി. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു രാജ്യത്ത് ഏറ്റവും പവർഫുൾ എന്ന് കാണിക്കുന്ന അവിടുത്തെ ഭൂവിസ്തൃതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏതായാലും. കാരണം അങ്ങനെയുള്ള അസറ്റാണ്. ഭൂമിയിൽ അസറ്റ് ഉണ്ടല്ലോ, സ്വർണ്ണമുണ്ട്, ഓയിലുണ്ട്, ധാതുക്കളുണ്ട്, അങ്ങനെയുള്ള ഇതിങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ യാത്ര ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കൃഷിയുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ചില രാജ്യങ്ങളോടൊക്കെ ചേർന്ന് നിന്ന് ഈ ബ്രിട്ടന് എന്ത് ചെയ്ത് തോപ്പിച്ചവന്മാർ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അങ്ങനെ 1776 ജൂലൈ മാസം 4 അവന്മാർ സ്വതന്ത്രമാവുന്നത്. മനസ്സിലായോ? ആ സ്വതന്ത്രമായ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം, ഡെമോക്രസി. പിന്നെ അവന്മാരുടെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഭയങ്കര വാല്യൂ കൊടുക്കും. മനസ്സിലായി? മൗലിക അവകാശങ്ങൾ. അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് 1950 ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ആവുന്നത്. നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി BR അംബേദ്കറൊക്കെ എന്തു ചെയ്തു? ഇതുപോലെയുള്ള പല രാജ്യങ്ങളിൽ നിന്ന് പല അവകാശങ്ങൾ എടുത്തിട്ടുണ്ട്. മൗലിക അവകാശം അമേരിക്കയിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ അറിയാമല്ലോ നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഇതെല്ലാം വി ടേക്ക് ഫ്രം അതർ കൺട്രീസാണ്. അങ്ങനെ അമേരിക്കയുടെ ഫണ്ടമെൻ്റൽ വാല്യൂസിന് ഭയങ്കര ഇത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഒരു സുപ്രീം ആണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണ് ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായത്. മനസ്സിലാവുന്നു?
ഇതെന്ന് പറയുന്നത് ഈ ബ്രിട്ടന്റെ കോളനിയായിരുന്നു. ഏത്? അമേരിക്ക. ബ്രിട്ടൻ ആ പിടിച്ചാന്ന് പറഞ്ഞില്ലേ, 13 കോളനികളായിരുന്നു. പിന്നാണ് അത് ഇവരെല്ലാം കൂടെ കൂടി ചേർന്ന് 1776 ആയപ്പോഴത്തേക്ക് ഇതെന്തോ ആക്കി മാറ്റിയത്. നമ്മുടെ ബിനു രാവിലെ വന്നിട്ടുണ്ട്. ഹായ് ബിനു, മനസ്സിലാവുന്നു. അങ്ങനെയാണ് എന്തോ വരുന്നത്, ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ 50 സ്റ്റേറ്റുകളായി മാറിയത്. മനസ്സിലായോ? ഇന്ന് 50 സ്റ്റേറ്റുകളാണ്. അത് ഫെഡറൽ നേച്ചറൊക്കെ വരും. അത് ഞാൻ ഏറ്റവും അവസാനം ഒന്ന് പറഞ്ഞു നിർത്തുമ്പോൾ പറയാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ യുദ്ധങ്ങൾ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇവന്മാരുടെ ഏറ്റവും വലിയ അസറ്റാണ്. ഇന്നും ഇവന്മാർ യുദ്ധം ചെയ്യുന്ന വേറൊരു തന്ത്രത്തിലാണ്. മനസ്സിലാവുന്നു. 1867 ഇവന്മാർ എന്ത് ചെയ്തത്, അലാസ്ക $7.2 മില്യൺ വാങ്ങുന്നത്. മനസ്സിലാവുന്നു. അതുപോലെ തന്നെ 1798 പസഫിക് ഓഷ്യനിലെ ഒരു ഹവായി ദ്വീപ് ഇങ്ങനെ പിടിച്ചെടുക്കും. അത് എന്നിട്ട് ഫിലിപ്പീൻസ് സ്പെയിനിൽ നിന്ന് ഇവന്മാർ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. മനസ്സിലാവുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവന്മാർ കോളനി ആക്കുകയല്ല ചെയ്യുന്നത്. ആരാ? അമേരിക്ക ഒരിക്കലും കോളനി ആക്കാൻ പോകത്തില്ല. എന്നാൽ അതൊരു കോളനിവൽക്കരണവുമാണ്. ഇവന്മാർ പിടിച്ച് എടുത്ത് അവരുടെ രാജ്യമാക്കി അങ്ങ് മാറ്റുക. ഫിലിപ്പീൻസ് 1950 സ്വാതന്ത്ര്യമാകുന്നത് വരെ അമേരിക്കയുടെ കോളനിയല്ല, അമേരിക്കയായിരുന്നു. മനസ്സിലായോ? ഈ ഹവായ് ദ്വീപ് ഇതൊക്കെ എങ്ങനെ അവന്മാർ ചെയ്യുന്നത്? ഹൗമാരാണത്. മനസ്സിലായോ? മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് കോളനിവൽക്കരണം എന്നല്ല, അങ്ങനെ കോളനിയാണെന്ന് പറയാനും ഒക്കെ ഇത് ഞങ്ങളുടെ രാജ്യമാണെന്നുള്ള രീതിയാണ്. പക്ഷെ ഇവിടെ തൊട്ടടുത്തുള്ളതല്ല, ഇത്രയും ദൂരമായിട്ട് കിടക്കുന്ന രാജ്യത്ത്. മനസ്സിലാവുന്നു. ഇതായിരുന്നു ഇവരുടെ തന്ത്രം. പക്ഷേ നമുക്കറിയാം, ഈ 1950 കാലഘട്ടമൊക്കെ ആയപ്പോഴത്തെ എല്ലാ കോളനിവൽക്കരണങ്ങളെല്ലാം അവസാനിച്ചു. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് പോലും ആ ഒരു കൺസെപ്റ്റിലാണ്. ഇന്ത്യ മാത്രമല്ല, ലോകത്തെല്ലാ രാജ്യങ്ങളും ഫ്രീ ആയി. കാരണം അവർ വേറൊരു കൺസെപ്റ്റ് വരുവാ. അതിനെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ വേറൊരു ദിവസം എടുക്കേണ്ടി വരും. മനസ്സിലാവുന്നു. അതായത് ലേബർ പാർട്ടി അധികാരത്തിൽ ബ്രിട്ടനിൽ വന്നതിന് ശേഷം ഫസ്റ്റ് അവരുടെ 1945 വന്നതിന് ശേഷം ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ അപ്പോൾ അവർ വ്യക്തമായ ഒരു അഭിപ്രായം പറയുന്നത് എന്താണ്, ഇനി ലോകത്ത് ഞങ്ങൾക്ക് കോളനി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി ഞങ്ങൾക്ക് കോളനി വേണ്ട. മനസ്സിലായോ? അതാണ് ആ കൊളോണിയലിസമൊക്കെ. ഞായറാഴ്ച പള്ളിയിൽ പോകണ്ടേ, ഉറപ്പായിട്ടും രഞ്ജിജയ ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ്. പക്ഷെ ഞങ്ങളുടെ പള്ളിയിൽ എത്ര മണിക്കാണ് നമ്മുടെ പള്ളിയിൽ തുടങ്ങി ചിക്കേറ്റി പറഞ്ഞു. പള്ളി ഇച്ചിരൂടെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകും. ഓക്കെ. അപ്പം അങ്ങനെയായിരുന്നു ഇത് ചെയ്തത്. യഥാർത്ഥത്തിൽ യുവമാർ ഏറ്റവും വലിയ യുവമാരുടെ ഗുണം എന്തോന്ന് ചോദിച്ചാൽ, ഇവരുടെ ഈ സമ്പന്നതയ്ക്കും എല്ലാത്തിനും കാരണം എന്താ, യവന്മാരുടെ യവന്മാർ കിടക്കുന്നത് അമേരിക്ക എന്ന് പറഞ്ഞാൽ വലിയ ദൂരത്ത്, ഇന്ത്യയിൽ നിന്ന് തന്നെ 13,000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുക. അപ്പോൾ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് യുദ്ധങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിൽ ഇപ്പം നടക്കുന്ന എല്ലാ ഏഷ്യൻ കൺട്രീസിലാണ് യുദ്ധം നടക്കുന്നത്. ഇപ്പോൾ ചൈന ആയാലും ഇന്ത്യ ആയാലും പാകിസ്ഥാനിലായാലും ഇസ്രായേലായാലും ഇറാനിലായാലും കുവൈറ്റിലായാലും ഈ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും ഒന്നില്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള യുദ്ധങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ 1914 ഇന്ത്യൻ, അതായത് ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഇതെല്ലാം എവിടെയാണ്? യൂറോപ്പിലാണ് നടക്കുന്നത്. മനസ്സിലാവുന്നോ? അതിന് അനന്തര ഫലങ്ങൾ അനുഭവിച്ച രാജ്യമാണ് ഏഷ്യൻ കൺട്രീസ്. യുവമാർ ഇത്രയും ദൂരം ആയതുകൊണ്ട് യുവമാരുടെ രാജ്യത്തിനൊരു തട്ടുകേട് വരത്തില്ല. ഇവരെന്തോ ചെയ്യും? അവിടുന്ന് ആയുധം എടുത്തോണ്ട് എങ്ങോട്ട് വരുവാ? മനസ്സിലായി? അല്ല, ഇവർക്ക് 800 മിലിറ്ററി ആസ്ഥാനങ്ങളുണ്ട് ലോകത്ത്, അവിടെ രാജ്യത്ത് കൂടാതെ. അപ്പൊ ഇപ്പൊ തന്നെ ഇസ്രായേലുമായി യുദ്ധം നടന്നപ്പോൾ ഇസ്രായേൽ എന്തോ ചെയ്ത്, അല്ല ഇറാൻ എന്തോ ചെയ്ത്, ഈ ഖത്തറിലെ അമേരിക്കയുടെ ആസ്ഥാനത്ത്, മിലിറ്ററി ആസ്ഥാനത്തേക്ക് അടിച്ച്. അപ്പോഴാണ് അവന്മാർക്ക് എന്ത് ചെയ്ത് അവന്മാരുടെ നഷ്ടബോധത്തെ പറ്റി മനസ്സിലാകുന്നത്. അപ്പൊ അമേരിക്കയ്ക്ക് അങ്ങനെയുള്ളൊരു സംവിധാനമാണ്. ഇപ്പൊ ഇവന്മാർ ലോക പട്ടാളമാണ്. ഈ കൺസെപ്റ്റിലാണ് നിൽക്കുക. അതുകൊണ്ടല്ലേ UNOയും തകർന്നു. അത് ഞാൻ അവിടെ പറയാം. ഈ 2001 ലോകമായുധവും 2 ലോകമായുധത്തിലൊന്നും യുവമാർക്ക് ഡയറക്റ്റ് നഷ്ടം വരുന്നില്ല. പക്ഷേ യുവമാർ എല്ലായിടത്തും കയറും. വേഴ്സസായി സന്ധി പ്രകാരമൊക്കെ 1918-19 ഈ 1 ലോകമായുധത്തിൻ്റെ അവസാനം ജർമ്മനിയൊക്കെ മരൊക്കെ അങ്ങ് പങ്കിട്ടിട്ട് അതിൻ്റെ വരുമാനം മാക്സിമം അടിച്ചുകൊണ്ട് പോവുക. ഇപ്പം അപ്പോൾ ഇന്ത്യക്ക് വെളിയിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ പാകിസ്ഥാനെ സഹായിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ ചൈന സഹായിക്കുന്നെങ്കിൽ അത് ബലൂചിസ്ഥാനെ കണ്ടോണ്ടാ. ഈ ഇറാനുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലം ഇത് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം പോലും ഇറാനൊക്കെ ഇന്ത്യയിലായിരുന്നു. ഇവർ ഈ പറയുന്ന ഇന്ത്യയൊന്നും അല്ല. അതായത് ബ്രിട്ടനിൽ ഭരിക്കാൻ എവിടം വരെ പറ്റിയിരുന്നോ ആ സ്ഥലങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് അവന്മാരൊരു ഭരണ സംവിധാനം ഉണ്ടാക്കി ആ ഒരു ഭൂപടമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതിനകത്ത് ഇറാൻ പോയി, പിന്നെ പാകിസ്ഥാൻ പോയി, പിന്നെ ബംഗ്ലാദേശ് പോയി, അങ്ങനെ വന്നതാ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ യവന്മാർക്ക് ഇന്ദിരാഗാന്ധിയൊക്കെ ഈ ഇന്ത്യ 1947 സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയുടെ കൂടെ അത് 1950 മനസ്സിലാവുന്നു, ലോകത്ത് 2 ലോകമായുധമൊക്കെ കഴിഞ്ഞു. യവന്മാരുടെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. 1944
44 രാജ്യങ്ങൾ ചേർന്നൊരു യൂണിയൻ ഉണ്ടായിരുന്നു. അമേരിക്ക എത്രയും ശക്തിമാന്മാരാകുന്നതിന് ആ യൂണിയനകത്ത് അമേരിക്കയുടെ ഡോളറിനെ ഏകീകൃതമായ രീതിയിൽ അവർ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഈ വിനിമയമെല്ലാം നടക്കുന്നതാണ്. നമസ്കാരം. എന്നാ എന്തുവാ രണ്ടുപേരോട് അത് നല്ല ചോദ്യമാണ്. പള്ളി പോകുമ്പോൾ കേട്ടോ. അപ്പം ഈ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയുടെ ഡോളറിൻ്റെ രീതിയിൽ ഇവിടെ വിനിമയങ്ങൾ നടക്കുന്നതാണോ. അങ്ങനെ ഡോളർ അങ്ങ് ശക്തിപ്പെട്ടു. മനസ്സിലായോ? അമേരിക്ക എല്ലാത്തിൻ്റെ ഒരു തലപ്പത്ത് ഇങ്ങനെ നിൽക്കുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ റോൾ എടുക്കുന്നവരാ. എന്നാൽ അത് UNO അപ്പോൾ അങ്ങനെ സ്ഥാപിതമാണ്. IMF, വേൾഡ് ബാങ്ക്, ഇവിടെ എല്ലാം ആരാ ഡീൽ ചെയ്യുന്നത്? അതിൻ്റെ സമ്പത്ത് കൊടുക്കുന്ന ഇവന്മാർ. അമേരിക്കയാണ് ഈ സമ്പത്ത് കൊടുക്കുന്നത്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇവന്മാർ കൊള്ളയടിക്കും. സഹായിക്കാൻ പോയിട്ട് ഇവന്മാർ കൊള്ളയടിച്ചിട്ട് ഇവന്മാർ അവിടെ നിന്നുള്ളതെല്ലാം ലോകത്ത് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. മനസ്സിലാകുന്നോ? ഇസ്രായേലിനെ കൊണ്ട് ആയുധം മേടിപ്പിക്കും. മനസ്സിലായോ? അല്ലെ പാകിസ്ഥാനെ കൊണ്ട് ആയുധം മേടിപ്പിക്കും. അവർക്ക് ഇന്ത്യയും ഇല്ല, പാകിസ്ഥാനും ഇല്ല. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചോണം, 1972 യുദ്ധം നടക്കുന്ന സമയത്തുണ്ടല്ലോ, യഥാർത്ഥത്തിൽ അമേരിക്ക പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യയിലെ ശക്തി. പക്ഷേ ഇന്ദിരാഗാന്ധി വളരെ സ്ട്രോങ് ആയിരുന്നു. അടിച്ചൊതുക്കി കളഞ്ഞെല്ലാം യുവമാരെ വരട്ടി. അപ്പോഴും എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഇന്ദിരാഗാന്ധിയെ പൊളിക്കാൻ യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധം വന്ന് നിൽപ്പുണ്ട്. എവിടാ? നാട്ടില്. അതാണ് എന്തോന്ന്, അതാ ഇതിനെല്ലാം കാരണമായി മാറി. ഇവർക്കെല്ലാം പുറത്തുനിന്നുള്ള ഫണ്ടിങ്ങും എല്ലാം കൊടുത്തത് ആരാണ്? ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു ഇയാൾക്കെതിരായുള്ള സംവിധാനം നടക്കുന്നത്. ആർക്കാ? ഇന്ദിരാഗാന്ധിക്ക്. അപ്പോൾ അവരെ ഫണ്ടിങ് നടത്തിയത് അമേരിക്കയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ. ഇന്ദിരാഗാന്ധി ഭയങ്കര ഗ്ലാമറായി, യുദ്ധം അങ്ങ് ജയിച്ചു, അത് ചെയ്ത്. അപ്പോഴാണ് ഈ സഞ്ജയ് ഗാന്ധിയെ പോലുള്ളവന്മാർ ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ ചേരികൾ ഇളിച്ച് പൊളിക്കാൻ, ബുൾഡോസർ, മനസ്സിലായോ, ഇങ്ങനെയൊക്കെ വരാൻ വേണ്ടി അവന്മാരെന്ത് ചെയ്ത്, അവൻ്റെ ഒരു ഡിസിഷൻ ആയിരിക്കണം. ഇന്ദിരാഗാന്ധി പക്ഷേ മനസ്സോടെ അതിനകത്ത് സമ്മതിക്കുന്നത്. അങ്ങനെ പ്രസിഡന്റ് ഒപ്പിട്ട് കൊടുത്ത് അടിയന്തരാവസ്ഥ വരുന്നത് 1974 ആ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഇത്. അത് കോൺഗ്രസ് തോക്കുകയും ചെയ്തു. എന്നാൽ യുവന്മാരെ കൊണ്ട് ഭരിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ഇന്ദിരാഗാന്ധിക്കെതിരായുള്ള സ്വരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ 1987, ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, ആ കൊലപാതകത്തിന്റെ പിന്നിൽ സിഖ് വിരോധം മാത്രമാണോ എന്ന് പോലും സംശയിക്കണം. അമേരിക്ക എപ്പോഴും ആർക്കെതിരാണ്? അവർക്ക് സുപ്രീം പവറായിട്ട് നിൽക്കണം. അതുകൊണ്ട് അതല്ലേ ശീതസമരം. 1960 ശീതസമരം. അത് ഐഡിയോളജി, ആയുധം വെച്ചുള്ള യുദ്ധമല്ല, ആശയം വെച്ചുള്ള യുദ്ധം. മനസ്സിലായോ? അതായത് എവിടെ ഒരു യുദ്ധം നടന്നാലും അമേരിക്ക ഏതെങ്കിലും ഒരു ചേരിയുടെ ഭാഗമാവും. അപ്പോൾ ഈ USSR വളരെ ശക്തമായിരുന്നു അന്ന്. ഇപ്പൊ 15 രാജ്യങ്ങളായിട്ട് അവന്മാർ പിരിഞ്ഞുപോയി. അത് യവന്മാരെ പണിയതായി. മനസ്സിലാവുന്നു? അങ്ങനെ ഈ USSR എന്തോ ഇത് യവന്മാര് ഡീസെൻട്രലൈസ്, അതായത് വികേന്ദ്രീകരണം നടത്തി അടിച്ച് പൊളിച്ച് നശിപ്പിച്ചാൽ കൊടുക്കും. 1990 ആയപ്പോഴത്തേക്ക് ഗോർബച്ചേവ് ഒക്കെ ഇരിക്കുമ്പോൾ. മനസ്സിലായി? ഇതുപോലെ തന്നെ യവന്മാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയാം? യവന്മാർ കമ്മ്യൂണിസത്തിന് പക്ക എതിരാ. അപ്പോൾ കമ്മ്യൂണിസത്തെ തകർക്കാൻ വേണ്ടി, അങ്ങനെയാണ് ബൊളീവിയയിലെ യുദ്ധവീരനായ നമ്മുടെ ചെഗുവേരയൊക്കെ എന്ത് ചെയ്ത് CIA യവന്മാരുടെ ചാരസംഘടന തട്ടിക്കളഞ്ഞില്ലേ? അതുപോലെ തന്നെ ചിലി, ക്യൂബ, കുറഞ്ഞ രാജ്യങ്ങളുണ്ട്. യവന്മാരെ എല്ലാം യവന്മാരെന്തോ ചെയ്ത് ആസൂത്രിതമായി തകർത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ യവന്മാരുടെ രാജ്യവുമായി ചേർന്ന് വരുന്നിടത്ത് ഒന്നും എന്തോ ഇല്ല, എതിർപ്പില്ല. അവിടെ യവന്മാർക്ക് അടി കിട്ടിയാൽ അവന്മാർ പേടിക്കും. പക്ഷെ അവിടെ എല്ലാം അഭയാർത്ഥി രാജ്യങ്ങളാക്കി മാറ്റി. മെക്സിക്കോയാ ഒരു അതിർത്തി പങ്കിടുന്നത്, ഒരെണ്ണം കാനഡയാ, ടൊറാണ്ടോ വഴി കയറി പോകുന്നിടത്ത്. മനസ്സിലായി? അങ്ങനെ ഈ രാജ്യങ്ങളൊന്നും വലിയ പ്രതിസന്ധികൾ ഇവർക്കില്ല. അതുകൊണ്ടാണ് 1500 എന്താ ഭൂപടത്തിലില്ലായിരുന്ന അമേരിക്ക ലോകത്തിലെ വൻശക്തിയായി മാറുന്നത്. മനസ്സിലാവുന്നു? ഇത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടി സിസ്റ്റമേ ഉള്ളൂ. 2 പാർട്ടികളേ ഉള്ളൂ. ഫെഡറൽ വ്യവസ്ഥിതിയുമാണ്. ഇന്ത്യയുടെ ഫെഡറൽ വ്യവസ്ഥിതിയല്ല, ഇന്ത്യയിൽ പാർലമെന്റേറിയനാണ്. അതോടൊപ്പം തന്നെ ഇവിടെ യൂണിറ്ററി പാർട്ടിയാണ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ ഡയറക്റ്റ് വരുന്നതാണ്. അവിടെ ഡയറക്റ്റ് അല്ല വരുന്നത്, അവിടെ ഫെഡറലാണ്. അവിടെ റെപ്രസെൻറ്റേറ്റീവാണ് വോട്ട് ചെയ്യുന്നത്. അങ്ങനെ 2 പാർട്ടി, കൺസർവേറ്റീവും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അവിടെ ഉള്ളത്. മനസ്സിലാവുന്നു? അപ്പോൾ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഇപ്പോഴത്തെ ഓപ്പോസിറ്റ്. ട്രംപാണ് എന്തെന്ന് പറഞ്ഞത്? ട്രംപ് ആരാ? ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അപ്പോഴാണ് എലോൺ മസ്ക് അവനോട് ചിന്തിക്കുമ്പോൾ അമേരിക്ക പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്നലെ അയാൾ ഉണ്ടാക്കി. അതും ചിലപ്പം വിജയിക്കാം. മനസ്സിലാവുന്നു? അതറിയത്തില്ല. മനസ്സിലാവുന്നു? അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ പറ്റും. അവൻ അത്ര വലിയ വേറൊരു തീവ്രവാദിയാണ്. അന്നേരം അമേരിക്കയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമാണേലും അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം? 1% ആൾക്കാരാണ് 40% സ്വത്ത് കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലാവുന്നു? അതെ, 30% ആൾക്കാർക്ക് വീടുമില്ല.
യുവമാരുടെയൊക്കെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ചിലവെന്ന് പറഞ്ഞാൽ തീവ്രമായ ചിലവാണ്. അതോടൊപ്പം തന്നെ യുവമാരുടെ മെഡിക്കൽ. അതുകൊണ്ടല്ലേ വെച്ചാൽ പലരും ഇന്ത്യയിൽ നിന്ന് പോകുന്നവരെല്ലാം എന്ത് ചെയ്യുക, പല്ലെടുക്കാൻ വേണ്ടി ഇന്ത്യ വരുന്നത്. മനസ്സിലായേ? നമ്മുടെ രാജ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ സംവിധാനം അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. മനസ്സിലാവുന്നു? അതെല്ലാം ഇന്ത്യയെ ഇവിടുന്ന് പക്ഷേ പിണറായി ഇവിടെ പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ അതൊക്കെയെന്ന് പറഞ്ഞാൽ അയാളൊരു നേതാവല്ലേ ഒരു പാർട്ടിയുടെ. ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്ത് ചെയ്യും, ഇപ്പോൾ സോണിയാഗാന്ധി പോയതില്ലേ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ അത് ലോകത്ത് പൈസ ഉള്ളവൻ ഇപ്പം പാർട്ടി നമ്മുടെ പൊസിഷനൊക്കെ അത് അവരവരെ നിലനിർത്തേണ്ടത് അങ്ങനെ അല്ലേ, മോദി ആയാലും എല്ലാവരും. അപ്പം അതുകൊണ്ടല്ല, അത് അവർ ചത്താൽ അതിനേക്കാൾ വലിയ ചിലവാണ്. അതുകൊണ്ട് സാധാരണക്കാരന് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം ഇവിടെ കെട്ടിടം പൊളിഞ്ഞ് താഴെ വീഴുന്നു, ഇവിടുന്ന് മുഖ്യമന്ത്രി അവിടെ പോകും. അത് ഇപ്പോഴും ജനാധിപത്യത്തിൽ നിന്നല്ല, അതൊരു സ്വേച്ഛാധിപത്യ സ്വഭാവം ഉണ്ടാവും. ജനാധിപത്യത്തിൽ മുതലാളി ഏറ്റവും ഉണ്ട്. അതാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും. അതുകൊണ്ടല്ലേ ജനാധിപത്യത്തിൽ ഓരോരുത്തന്മാർ രക്ഷപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. കുതികാല് വെട്ടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അതൊക്കെ ഒരു വേറൊരു ടെക്നിക്ക്. അപ്പോൾ ഞാൻ അമേരിക്കയെ പറ്റി ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്നാണ് തോന്നുന്നത്. അമേരിക്കയിൽ മനസ്സിലായോ, അവിടെ പ്രസിഡന്റ് ഫെഡറലിസം ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലും അത് ഫെഡറലിസം ഉണ്ട്. പക്ഷേ എന്താണ്, പേപ്പർ ഫെഡറലിസമാണ്. അതിന് പവറില്ല. ഇവിടെ പാർലമെൻറ്ററിയാണ്. പക്ഷേ ആദ്യമായിട്ടാണ് കുറേ അമ്മമാർ വന്ന് കേരളത്തിൽ മാത്രം ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ആ പവർ എടുക്കുന്നത് ഗവർണർ. അന്നേരം അതിൻ്റെയൊക്കെ ഉദ്ദേശം ചിലപ്പോൾ മറ്റിടത്തു നിന്ന് കൊടുക്കുന്ന ഓർഡർ ആയിരിക്കും. ഈ പേപ്പറിന് എത്രയും ശക്തി കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പേപ്പറിനെ അത്രമാത്രം കൈകാര്യം ചെയ്യാൻ ആൾ കൂടെ ഉണ്ടായതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്കാൻഡിനേവിയൻ കൺട്രീസാണ്. ഇനി നമ്മുടെ ഡെൻമാർക്ക്, നോർവേ, നെതർലൻഡ്, അങ്ങനെ കുറേ രാജ്യങ്ങളില്ലേ. അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വളരെ സമാധാനപരമായ ഹാപ്പി ഇൻഡെക്സിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാൻ നിന്റെ കയ്യിലുണ്ടോ? എന്നിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. യുവമാരുടെ ഏറ്റവും ഇന്ന് രാവിലെ തുടങ്ങിക്കോട്ടെ വേറെ കാര്യം, യുവമാരുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്തോന്നറിയാം, ഇയാൾക്കിപ്പോൾ ഇയാളൊരു സയന്റിസ്റ്റ് ആണെന്ന് വെച്ചോ, അയാളങ്ങ് വിളിക്കും, യുവമാരെ എല്ലാ സൗകര്യം അങ്ങ് തരും, നല്ല എഞ്ചിനീയർ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ആര് പോയി, സുന്ദർ പിച്ചെ പോയി, കൽപ്പന ചൗള പോയി, സുനിത വില്യംസ് പോയി, ഇഷ്ടംപോലെ ആൾക്കാർ പോകത്തില്ലേ. രാഷ്ട്രീയ അഭയവും വേണമെങ്കിൽ തരും. അത് മാത്രമാണ്, വേറെ എവിടെ പോയിട്ടുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീൻ പോയില്ലേ. ഐൻസ്റ്റീനൊക്കെ അവസാനം അവിടെ ആയിരുന്നു. എത്രയോ സയന്റിസ്റ്റുകൾ അവിടെ. അങ്ങനെയുള്ള ആ രാജ്യം പ്രഗത്ഭന്മാരെ ഏറ്റെടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യും. ഇത് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിരുന്നു. മനസ്സിലാവുന്നു? അപ്പം നമുക്കിവിടെ നിർത്താം, അല്ലെന്നുണ്ടെങ്കിൽ സമയം പോകും. ഓക്കെ. അപ്പോൾ അമേരിക്കയെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.